മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ മേള ഗ്രൗണ്ടിലാണ് ഞാനും നമ്മുടെ ഓഡിയൻസും ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം മറ്റൊന്നുമല്ല, നമ്മുടെ താലം ജുവലേഴ്സ്, നമ്മുടെ കടയ്ക്കലിലെ നമ്മുടെ സ്വന്തം താലം ജുവലേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെയുള്ള വരുന്ന ഭക്തജനങ്ങളോടൊക്കെ ചോദിക്കും. അപ്പൊ ആരാണോ കറക്റ്റ് ഉത്തരം, കറക്റ്റ് ആൻസർ പറയുന്നത്, അവർക്ക് നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ഞാനും റെഡിയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഒരു ആന്റി വന്നിട്ടുണ്ട്. ഈ ആന്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അരുണ ആന്റിയാണ്. അപ്പൊ ആന്റി എനിക്ക് നേരിട്ട് അറിയാം, ആന്റിക്ക് എന്നെ അറിയാം, ഫാമിലിയൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ആന്റിയെ തന്നെയാണ് ആദ്യം എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചാലോ ആന്റിയെ? ഇപ്പൊ ഞാൻ കടക്കട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ തിരുവാതിര മഹോത്സവമാണല്ലോ ഇവിടെ നടക്കുന്നത്, 10-15 ദിവസത്തെ ഉത്സവമാണ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ മെയിൻ, അതായത് നമ്മുടെ പ്രതിഷ്ഠ എന്താണ്? ദേവിയാണോ, അതോ ഭദ്രകാളി ദേവിയാണോ, അതോ എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ? ഇവിടെ പ്രതിഷ്ഠ ഇല്ലല്ലോ. കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ പ്രതിഷ്ഠയില്ല. അതാണ് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കേൾക്കാനായിട്ട്. നമ്മുടെ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന് പ്രതിഷ്ഠയില്ല. അപ്പോ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി. അപ്പൊ നമ്മുടെ ആന്റി കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ. നല്ല രസമില്ല ചോദ്യം. ഓക്കെ ഓക്കെ. അപ്പൊ ആന്റി, നമ്മുടെ കടയ്ക്കൽ തിരുവാതിരക്കേക്ക് വന്നിട്ട് എന്താണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്? ഇവിടുത്തെ മേളയൊക്കെ കയറി കണ്ടോ? ഞാൻ എല്ലാം കയറി കണ്ടില്ല. മേള ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നതേ ഉള്ളൂ. എല്ലാം കണ്ടു തീർന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി എല്ലാം കാണാന്ന് വിചാരിച്ചു. കടയ്ക്കൽ തിരുവാതിര നമ്മുടെ സ്വന്തം തിരുവാതിര. അതെ, നമ്മുടെ ഒരു ദേശത്തിന്റെ തന്നെ ഒരു ഉത്സവമാണല്ലേ കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഹൽവ, അതെ, ഇവിടെ ഇത് കാണുമ്പോ തന്നെ എനിക്ക് തന്നെ കൊതിയാവും. അപ്പൊ വളരെ സന്തോഷമാണ് ഇത് കാണുന്നതും വാങ്ങുന്നതും. ആവശ്യമില്ലാത്ത സാധനവും നമുക്ക് വാങ്ങാൻ തോന്നും. അതാണ് ഈ മേളയുടെ ഒരു പ്രത്യേകത. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, മോള് ജോലിയിലാണ്. അപ്പൊ അവരൊക്കെ വന്നോ ഇവിടെ ഉത്സവം? ഇല്ല, മോൻ വന്ന, മോനും ഹസ്ബൻഡും വന്ന, അവരപ്പുറത്ത് നിൽക്കും. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ഈ ഒരു ഇവിടെ മേളയൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാണോ, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് പോവാണോ? മേള എല്ലാം കണ്ടതിന് ശേഷം അതുകൊണ്ട് നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കൊടുത്താലോ ആന്റി? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു നല്ല ഫാമിലി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ആന്റിക്കൊക്കെ അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ടെൻഷൻ ഒന്നും വേണ്ട, മോത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷൻ വേണ്ട, കൂളാവും ഓക്കെ ഓക്കെ, കൂളായിട്ട് ഹാപ്പി ആയിട്ട്. ഓക്കെ, ആന്റി പേരെന്താണ്? പേരെന്താ? ഓക്കെ, ഇപ്പൊ എത്രയിലാടാ? ഇനി പ്ലസ് വൺ. ഇപ്പൊ പ്ലസ് വൺ ആണോ? ഓക്കെ, എക്സാം ഒക്കെ ആയി. എക്സാം നടക്കും, ഇന്നോടെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇന്ന് ഏതായിരുന്നു സബ്ജക്ട്? ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇനി അടുത്ത എക്സാം 11-ാം തീയതി. ഏത് സബ്ജക്ട്? മലയാളം. ഓക്കെ, അപ്പൊ ഇനി എല്ലാ സബ്ജക്റ്റും പഠിച്ചു വെച്ചിരിക്കുകയാണോ? പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോ? മാത്സ് ഒക്കെ എങ്ങനെയുണ്ട്? പാടാണ്, പൊതുവെ പാടാണ്, എല്ലാവർക്കും പാടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു തിരുവാതിരയൊക്കെ ആയിട്ട് എന്താണ് ഇവിടെ വന്നിട്ടുള്ള പരിപാടികൾ? പ്രോഗ്രാം കാണുന്ന മാത്രമാണോ, അതോ എല്ലായിടത്തും പോയി കണ്ടോ? ജയിന്റ് വീലിലൊക്കെ കേറിയോ? പേടിയില്ല. പേടിയാണോ? പേടിയാണ്. ആര് കേറിട്ട് എന്താണ്? പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ വിരിയിലൊക്കെ കേറി നമ്മുടെ ബച്ചിയൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഓക്കെ, അപ്പോ ഞാൻ ഇനി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അവർ നല്ല ഹാപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിപ്പോ ആർക്കാ ടെൻഷൻ ഇല്ലാത്ത? എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഒരു ആൻസർ പറയുമെന്ന് കേൾക്കാനായിട്ട്. ആന്റി, ചോദ്യം ഇതാണ്, നമ്മുടെ അമ്മയുടെ വാളും ചിലമ്പും സൂക്ഷിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കടയ്ക്കൽ അമ്മയുടെ വാളും ചിലമ്പും സൂക്ഷിക്കുന്നത് എവിടെയാണ്? ആലോചിക്കൂ. അറിയില്ലേ? പുനലൂർ എവിടെയാണ്? ആലോചിക്കും. അറിയില്ലേ? അമ്മയുടെ വാളും ചിലമ്പും സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? പുനലൂർ. ഓക്കെ. അപ്പൊ കറക്റ്റ് ഉത്തരവാണ് ആന്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ താലത്തിൽ പോയായിരുന്നോ?
പോണം കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് താലത്തിൽ വന്നിരിക്കുന്ന. താലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അപ്പൊ എല്ലാരും ഫാമിലിയോട് പോകണം, ഫ്രണ്ട്സിനോടൊക്കെ പറയണം നമ്മുടെ താലത്തിൽ പോകാനായിട്ട്. നല്ല ഗോൾഡിന് നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ചെയിൻ ആയിക്കോട്ടെ, ഇയറിംഗ്സ് ആയിക്കോട്ടെ, റിംഗ് ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ചെന്ന് നോക്കണം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യമായിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്താണ് പേരെങ്കില്? മോന്റെ പേരോ? എത്രാം ക്ലാസ്സിലാണ്? 10ല്. പരീക്ഷയൊക്കെ അടുത്ത് നിന്നില്ലേ പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സബ്ജക്റ്റ് ആയിരുന്നു? മലയാളം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഇനി അടുത്ത എക്സാം എന്താ? പഠിച്ചോ? എന്നത് ഈ എക്സാം തിരുവാതിരക്കൊക്കെ വന്ന് അടിച്ചു പൊളിക്കാണ് എക്സാമിന്റെ കൂടെ. ഫ്രണ്ട്സ് ഒക്കെ വരുമോ? ഓക്കെ, തിരുവാതിരക്ക് എങ്ങനെ പോകുന്നല്ലേ? അച്ഛനാ വരും. അപ്പൊ ഇവിടെ എല്ലാം മേളയൊക്കെ കണ്ടായിരുന്നോ? മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, ഐസ്ക്രീം ഒക്കെ കഴിച്ചോ? അതിന്റെ വെല്ലൊക്കെ കയറിയായിരുന്നോ? കേറണ്ടേ? പേടിയൊക്കെ മാറണ്ടേ? അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് മോനും മക്കള് കണ്ടു കാണുമല്ലോ. നമ്മുടെ താലം ജുവലേഴ്സിന്റെ ഒരു പ്രോഗ്രാം ആണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. കുക്കറിന്റെ ചോദ്യമാണ്. മോനൊക്കെ കേട്ട് കാണും, അത്രയൊക്കെ കേട്ട് കാണും, സ്കൂളിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ അതിന് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ചോദ്യം ഇതാണ്: പറക്കാൻ പറ്റാത്ത കിളി. പറക്കാൻ പറ്റാത്ത കിളി. ഇത് സ്കൂളിലൊക്കെ കേട്ട് കാണും, ഫ്രണ്ട്സ് എല്ലാരും പറയുന്നതാണ്. എന്റെ സ്കൂളിലായാലും എല്ലാവരും പറയുന്ന ചോദ്യമാണ്. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ പറക്കാൻ പറ്റാത്ത കിളി ഇക്കിളി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നീ ആലോചിക്കണ്ടേ? ഓക്കെ, അപ്പൊ അങ്കിള് വിൻ ചെയ്തിരിക്കുകയാണ്. മോനും ഒപ്പം വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് നമ്മുടെ അങ്കിളിനും മോനും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടന്നാലോ? അപ്പൊ താലം ജുവലേഴ്സിലൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. അപ്പൊ ഇനി പോണം. ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ താലം ജുവലേഴ്സ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്കിള് ഫാമിലി ഒക്കെ പോകണം. അപ്പൊ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തതായി രണ്ടാമത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എനിക്ക് ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ? ഹലോ ആന്റി, എന്താ പേര്? അനിത. അനിത. ആന്റിയുടെ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കടയ്ക്കൽ തിരുവാതിരയ്ക്ക് വന്നിട്ട് ഇപ്പം എത്ര ദിവസമാണ്? 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും വന്നായിരുന്നോ? എല്ലാ ദിവസവും 3-4 ദിവസമായോ? അമ്പലത്തിലൊക്കെ തൊഴിലായിരുന്നോ? അന്നദാനമൊക്കെ കഴിച്ചോ? ഇനിയിപ്പോ മറ്റന്നാ കുരിശയ്ക്ക് വരുമോ? നാളെ നമ്മുടെ ഹരിശങ്കറിന്റെ പ്രോഗ്രാം ആണ്. അപ്പം അതിന്റെ ഫാമിലി എല്ലാം വരുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പം നമ്മുടെ ഒരു മേളയൊക്കെ എല്ലാവരും കണ്ടായിരുന്നോ? അമ്മ കണ്ടായിരുന്നോ മേളയൊക്കെ? കാണാൻ വന്നതാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കുമ്പോഴത്തേനും ആർക്കാണോ ആൻസർ അറിയാവുന്നത് അപ്പോ നിങ്ങൾ ഒരാൾ പറഞ്ഞു തന്നാൽ മതി. അപ്പൊ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ആന്റി റെഡിയാണോ? അമ്മൂമ്മ റെഡിയാണോ? ഓക്കെ, പറ്റും. ഇതൊക്കെ അല്ലേ? അപ്പോ അമ്മൂമ്മയ്ക്കും ഈ ഒരു ആൻസർ പറയാവുന്നതാണ്. അപ്പൊ ചോദ്യം ഇതാണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. അതെ, കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ അമ്മൂമ്മ ആന്റി ഒക്കെ പറഞ്ഞു. ഗർഭപാത്രം. അപ്പോ നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മുടെ ആൻസർ പറഞ്ഞ നമ്മുടെ ആന്റിക്ക് കൊടുത്താലോ? ഓക്കെ, നമ്മുടെ താലം ജുവലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ആന്റി. നമ്മുടെ താലം ജുവലേഴ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ താലത്തിൽ ഒരുപാട് ബ്രാൻഡസ് ഉണ്ട്, കടക്കിലൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ സ്ഥിര കസ്റ്റമറാണ്, പിന്നെ അല്ലാതെ മതി. അപ്പൊ അവിടെ നല്ലൊരു വിശാലമായ ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ആയിട്ട് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോ ഗോൾഡ് റേറ്റ് ഒക്കെ കൂടുകയാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോൾഡ് അവിടെ കളക്ട് ചെയ്യാൻ. ഗോൾഡ് ഡയമണ്ട്സ് ആണ്. അതൊക്കെ അവിടെ നമുക്ക്
പൈസടക്കം എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അവിടെ ചെല്ലണം, എല്ലാരോടും പറയണം കാലത്തിലേക്ക് തന്നെ നല്ല ജ്വല്ലറി സെറ്റ് ഒക്കെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനിരിക്കുന്നത് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ആന്റിയും ഫാമിലി എല്ലാവരും ചെല്ലണം. ഓക്കെ, അമ്മയും പോണം കേട്ടോ കാലത്തിൽ. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു.